പശ്ചിമേഷ്യ യുദ്ധത്തിൻ്റെ മുൾമുനയിൽ നിൽക്കുമ്പോൾ ഇറാനിൽ നിന്ന് വരുന്ന വാർത്തയും അതിനാക്കം കൂട്ടുന്നതാണ്. ഈ ലെബനനിൽ ഇസ്രായേലിൻ്റെ കനത്ത ആക്രമണം തുടരുമ്പോൾ അവിടെ ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള്ളയ്ക്ക് അത് വലിയ നഷ്ടമാണ് വരുത്തുന്നത്. ഏതായാലും ഈ ഒരു സാഹചര്യത്തിലാണ് ടെഹ്റാനിൽ ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യത്തിൽ ഒരു സൈനിക അഭ്യാസം ആരംഭിച്ചിരിക്കുന്നു, സൈനിക ഡ്രില്ല് ആരംഭിച്ചിരിക്കുന്നു. മിസൈലുകൾ, ഡ്രോണുകൾ, കപ്പലുകൾ തുടങ്ങിയവയെല്ലാം ഈ ഡ്രില്ലിൽ പങ്കെടുക്കുന്നുണ്ട്. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഡ്രില്ലാണെന്നാണ് ഔദ്യോഗികമായി പറയുന്നത്. പക്ഷേ ഇതൊരു യുദ്ധസന്നാഹമാണ്, യുദ്ധത്തിനുള്ള മുന്നൊരുക്കമാണ് ഇറാൻ നടത്തുന്നതെന്ന ചില വാർത്തകളും പുറത്തു വരുന്നു. ലെബനനിൽ ഇസ്രായേൽ നടത്തിയ ഈ പേജർ സ്ഫോടനത്തിൽ ഇറാന്റെ അംബാസഡറുടെ കണ്ണ് നഷ്ടമായിരുന്നു. ഗുരുതരാവസ്ഥയിലായ അദ്ദേഹത്തെ ഇറാനിലേക്ക് കൊണ്ടുവന്ന് ചികിത്സിക്കുകയാണ്. ഈ അടിക്കടി ഇറാൻ നേരെ ഹനിയയുടെ കൊലപാതകത്തിന് ശേഷം ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന് പറഞ്ഞിട്ട് അതിനുശേഷം ഹിസ്ബുള്ളയ്ക്ക് കനത്ത നാശനഷ്ടങ്ങൾ വന്നപ്പോഴും ഇറാന്റെ ഭാഗത്തു നിന്ന് വലിയ നീക്കങ്ങൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇപ്പോൾ ഇത് അവരൊരു സൈനിക ഡ്രിൽ ആരംഭിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് പശ്ചിമേഷ്യയിൽ നൽകാൻ കഴിയുന്ന പ്രധാനപ്പെട്ട ഒരു വിവരവും വാർത്തയും. പതുക്കെ ഇറാനും യുദ്ധമുഖത്തേക്ക് തന്നെയാണോ തിരിയുന്നതെന്നാണ് ഇത് സംശയം ജനിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ്.